പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഇതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടഭാരമോ മാറാത്ത രോഗാവസ്ഥകളോ കുടുംബത്തിന്റെ തകർച്ചയോ ഇങ്ങനെ അടിക്കടിക്ക് വരുന്ന പ്രതിസന്ധികളോ കടന്നു വരുമ്പോൾ ദൈവത്തെ രുചിച്ചറിഞ്ഞ വ്യക്തികളും കർത്താവിന്റെ സുവിശേഷ വേലക്കാരും അവരോട് പറയാറുണ്ട്, നിങ്ങൾ 2-3 ദിവസം ഒന്ന് മാറി നിന്ന് കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് ഒന്ന് തയ്യാറാകൂ, അല്ലെങ്കിൽ ഒരു വചനവേദിയിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോകൂ എന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിർദ്ദേശം അവർക്ക് നൽകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അഡ്വൈസ് ഈ സുവിശേഷകർ നൽകുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് മുന്നോട്ടേക്ക് വെക്കുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതം അദ്ദേഹത്തിന്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ വചനം കേൾക്കാനായിട്ട് ഓടിപ്പോവുകയും യേശുക്രിസ്തുവിൽ ആശ്രയിക്കുകയൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി പലരോടും വചനം കേൾക്കാനായിട്ട് കടന്നു വരൂ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് വചനം കേൾക്കുന്നത്. നമുക്ക് അതിനായിട്ട് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വചനഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ സന്ദർഭം യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗലീലിയ പ്രദേശമൊക്കെ വിട്ട് ടിയർ സീദോനിലൂടെയൊക്കെ കടന്ന് ഇപ്പോൾ വിജാതീയ ദേശമായിട്ടുള്ള ദക്കപ്പോളിസിലാണ് കർത്താവിന്റെ സുവിശേഷ വേല ശക്തമായിട്ട് പുരോഗമിക്കുന്നത്. നമുക്കറിയാം, ഗലീലിയ കടലിന്റെ ഇപ്പുറത്താണ് ഗലീലി എന്ന പ്രവശ്യ വരുന്നത്. അവിടെ നമുക്കറിയാം കാനയുണ്ട്, നസ്രത്തുണ്ട്, അതുപോലെ തന്നെ കഫർനാമുണ്ട്. ഇതൊക്കെ പെടുന്ന ആ ഒരു പ്രവശ്യയാണ് പറയുന്നത്. എന്നാൽ മറു സൈഡിലാണ് ദക്കപ്പോളിസ് കിടക്കുന്നത്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ചിന്തിക്കാം. നമുക്കറിയാം, അറബിക്കടലിന്റെ ഒരു സൈഡിൽ നമ്മുടെ കൊച്ചി അടക്കം കേരളമൊക്കെ വരുന്നത് പോലെ മറു സൈഡിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ കടന്നു വരുന്നത് പോലെ ഇവിടെ യേശുവിന്റെ സുവിശേഷ വേല ഇപ്പോൾ നടക്കുന്നത് ഗലീലിയ കടലിന്റെ അപ്പുറത്ത് വിജാതീയ ദേശമായ ദക്കപ്പോളിസിലാണ്. ഈ ഗലീലിയ കടലിന്റെ അപ്പുറത്തുള്ള വിജാതീയ പട്ടണമായ ദക്കപ്പോളിസിന്റെ വിജന പ്രദേശത്ത് യേശുക്രിസ്തു ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് അനേകം വ്യക്തികൾ അവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അവരെല്ലാം യേശു ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ശക്തമായിട്ട് അവരോട് പ്രഘോഷിക്കുകയാണ്. ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പോയത് അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇവർ ആത്മാവിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ 1 ദിവസം, 2 ദിവസം, 3 ദിവസം ഇവിടെ കഴിഞ്ഞു പോയതായിട്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ യേശു പറയുകയാണ്, ഈ ജനം ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്, അവരോട് എനിക്കൊരു ദയ തോന്നുകയാണ്, എനിക്ക് അവരോടൊരു അനുകമ്പ തോന്നുകയാണെന്ന് പറയാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചിന്തിക്കണമേ, ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് കടന്നു വരുമ്പോൾ ആദ്യം ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് അനുകമ്പയാണ്. ഈ അനുകമ്പയാണ് പല വ്യക്തികളും ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം തന്നെ എന്ന് പലർക്കും അറിയത്തില്ല. കാരണം സൃഷ്ടാവിന്റെ കരുണയും അനുകമ്പയും ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു നേട്ടമാണ്. ഒരിക്കലും ഒരു അമ്മയുടെ ജീവിത സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇടയായി. ഈ അമ്മയും തന്റെ ജീവിത പങ്കാളി 2 മക്കളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. ഇവരുടെ ജീവിത പങ്കാളി വളരെ മുഴുനീളം മദ്യപാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൂടാതെ അദ്ദേഹം മദ്യപിച്ച് വീട്ടിൽ വന്നാൽ വളരെ അസ്വസ്ഥതകളും പ്രതിസന്ധികളും കോലാകലാഹങ്ങളും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ തൻ്റെ മക്കളിൽ ഒരു മകന് ജീവിതത്തിൽ മാറാത്ത ഒരു അസുഖത്തിന്റെ മേഖല ഉണ്ടായിരുന്നു. എപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. വീട് പണിതിരിക്കുന്നത് ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ ആകെ സാമ്പത്തികമായ ഞെരുക്കം, കുടുംബത്തില് എപ്പോഴും കലഹം, അതുകൂടാതെ തന്നെ ഈ പറയുന്ന രീതിയിൽ രോഗത്തിന്റെ ആധിക്യം. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ അമ്മ തിരുവനന്തപുരം മുതലോട്ടുള്ള പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ, മത, സാമൂഹ്യ മേഖലകളിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളെ സഹായത്തിന് വേണ്ടി കാണുവാനായിട്ട് പോയി. അവരെല്ലാം അവർക്ക് സാധിക്കുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തുവെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. എന്നാൽ ഈ അമ്മ പറയുകയാണ്, ഞാൻ എപ്പോൾ യേശുക്രിസ്തുവിലേക്ക് വന്നുവോ, എപ്പോൾ വചനം കേൾക്കാൻ ഞാൻ വന്നുവോ, ആ സമയം മുതൽ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ജീവിതത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങി. കുഞ്ഞുങ്ങളുടെ രോഗം മാറാൻ തുടങ്ങി. അവർക്ക് വിദേശ രാജ്യത്ത് ജോലി ലഭിക്കാനിടയായി. കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറാൻ തുടങ്ങി. അങ്ങനെ ദൈവം അവരുടെ ജീവിതത്തെ വളരെയധികം ക്രമീകരിച്ചതായിട്ടുള്ള ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുവാനിടയായി. നമ്മൾ ഓർക്കണമേ, നമ്മൾ ഏതെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ സാധിക്കാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എവിടെ പോകും? നമ്മൾ പോകേണ്ട സ്ഥലമാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവിന്റെ അടുത്താണ് നമ്മൾ പോകേണ്ടത്. യേശുക്രിസ്തുവാണ് നമ്മുടെ സൃഷ്ടാവെങ്കിൽ ആ സൃഷ്ടാവിന്റെ വചനം നമ്മൾ കേൾക്കാൻ പോകുമ്പോൾ നമ്മൾ ആ സൃഷ്ടാവിന്റെ അടുത്തോട്ടേക്ക് തന്നെയാണ് ചെല്ലുന്നത്.
അങ്ങനെ ചെല്ലുമ്പോൾ ഇതാ വചനം പറയുകയാണ്, ഇതാ ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അപ്പോൾ വചനം കേൾക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് ഒരു അനുകമ്പയാണ്, കരുണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മുതലാണ് നമ്മുടെ ജീവിതം മാറാനായിട്ട് തുടങ്ങുന്നത്. ഈ ബോധ്യം പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ആരും തന്നെ ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരികയോ ദൈവത്തിൽ ആശ്രയിക്കുകയോ ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം. രണ്ടാമതായിട്ട്, ദൈവവചനത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ ദൈവം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 2-ഉം 3-ഉം നമുക്കൊന്ന് വായിക്കാം. ഈ ജനക്കൂട്ടത്തോടെ എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീണേക്കാം. നമുക്കറിയാം, ഇവിടുത്തെ പ്രശ്നം വിശപ്പാണ്. കാരണം അടുത്ത് തന്നെ ഒന്നും ഭക്ഷണം കിട്ടാനുള്ള യാതൊരുവിധ സാധ്യതകളൊന്നുമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണമേ, ഈ വിശപ്പിന്റെ വിഷയം അവതരിപ്പിക്കുന്നത് ജനക്കൂട്ടമല്ല, അല്ലെങ്കിൽ യേശുവിന്റെ ചുറ്റും നിന്ന് ശുശ്രൂഷയിൽ സഹായിക്കുന്ന ശിഷ്യരുമല്ല. ഇവിടെ യേശു തന്നെയാണ് പറയുന്നത്, ഈ ജനക്കൂട്ടത്തിന് 3 ദിവസമായിട്ട് ഭക്ഷണമില്ല. ഇവർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വഴിയിൽ അവർ തളർന്നു വീണേക്കാം, അതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഏത് വിഷയമായിട്ടാണോ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്, ആ വിഷയത്തെ ദൈവം ഏറ്റെടുക്കും. നമുക്ക് വചനം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-ൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് സകലതും കൂട്ടിച്ചേർത്ത് തന്നുകൊള്ളുമെന്ന്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങളെ ഏറ്റെടുക്കും. അത് നമ്മൾ ദൈവത്തോട് പറഞ്ഞില്ല എങ്കിൽ പോലും ദൈവം നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ കണ്ടുകൊണ്ട് അത് ഏറ്റെടുക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് ദൈവവചനം നൽകുന്നത്. വചനം കേൾക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൽ നിന്ന് മൂന്നാമതായിട്ട് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്, ദൈവം സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുന്ന സമയത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മൾ ഈ വചനഭാഗം പരിശോധിക്കുന്ന സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഈ ജനത്തിന് ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നുണ്ട്, കർത്താവെ, ഇവർക്കെല്ലാം എങ്ങനെ അപ്പം കൊടുക്കുവാനായിട്ട് സാധിക്കും? നമ്മൾ ഓർക്കണമേ, നിങ്ങൾ വചനവേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സുവിശേഷകനോ ഒരു ദൈവവേലക്കാരനോ അല്ല നിങ്ങളുടെ ജീവിത ആവശ്യത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശിഷ്യന്മാർക്ക് അതിനുള്ള കഴിവില്ല, പക്ഷെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 4000 പേരോളം യേശുവിന്റെ ഈ സുവിശേഷ പ്രഘോഷണം കേൾക്കുവാനായിട്ട് 3 ദിവസമായി അവിടെ ഇരിപ്പുണ്ട്. രണ്ടാമതായിട്ട്, ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരെ പോകണം. ഇനി വാങ്ങിക്കാമെന്ന് വെച്ചാൽ തന്നെ പൈസയും ഇല്ല. അത് തന്നെയല്ല, അത്രയും പേർക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യവുമല്ല. ഇനി മൂന്നാമതായിട്ട്, ഇനി ഈ വന്ന വ്യക്തികളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ആകെ കൂടി ശിഷ്യന്മാരുടെ കയ്യിൽ 7 അപ്പം മാത്രമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഓർക്കണമേ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ പ്രതികൂലമായിരിക്കാം, ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമുക്കുണ്ടായിരിക്കാം. എന്നാൽ ദൈവവചനം നമ്മോട് പറയുക, നിങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ കടന്നു വന്നാൽ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും എന്നുള്ളത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ജീവിത പ്രതിസന്ധിയുടെ മധ്യയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണമേ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശു ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകല്ലേ. സങ്കീർത്തനം 46:10 പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കും ദൈവത്തിന്റെ മുൻപിൽ പരിഹാരമുണ്ട്, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്നാൽ നിങ്ങൾ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ ദൈവം ഏറ്റെടുക്കും. ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.